ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻസുകൾ എന്ന് പറഞ്ഞാൽ ജനറൽ സർവീസ് ക്ലച്ച് ചെക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഐസൊലേറ്റർ കേബിൾ ടൈറ്റ് പറയുന്നുണ്ട്, വാട്ടർ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നമുക്ക് 1000 കിലോമീറ്ററും കൂടി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. 14,248 നമ്മൾ ഓയിൽ മാറ്റിയേക്കണത്. അപ്പോൾ കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേക്കാം. ഒരു 1000 കിലോമീറ്റർ കൂടി ഓടിയതിന് ശേഷം മാറ്റിയാൽ മതി. ഓട്ടം കുറവാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ 1000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഓടിക്കാനായിട്ട് ഇപ്പം മാസക്കണക്ക് നോക്കുകയാണെങ്കിൽ കിട്ടും. അപ്പോൾ അതും പ്രകാരം നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് ആക്സിലേറ്റർ ടൈറ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. ഞാനിപ്പോൾ ഈ മാറ്റി ഇപ്പോൾ പുതിയ ആക്സിലേറ്റർ കേബിൾ ഇട്ടാൽ പോലും നമുക്ക് ഇപ്പോൾ കാണിക്കുന്ന അതേ ആ ഒരു സ്മൂത്ത്നെസ് തന്നെയാണ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആ പൈസ മുടക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ വാട്ടർ സർവീസ്, ജനറൽ സർവീസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് വണ്ടി നമ്മൾ കയറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പ്, സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളും ചെയ്യണുണ്ട് കേട്ടോ. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ടയർ നോക്കി ഓക്കെയാണ്. ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ ബാക്ക് ഗിയർ ബോക്സിനകത്ത് സെപ്പറേറ്റ് ഓയിൽ, എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും വേറെയാണ്. അപ്പോൾ ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കേട്ടോ. പിന്നെ എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചിട്ടുണ്ട്. കമ്പനി ഫിൽട്ടറൊക്കെ കിടക്കണത് വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട് അഴിച്ചതാണ്. CVT ക്ലച്ചാണ്. നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. നിലവിൽ കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ്. വേറെ ഡാമേജോ കാര്യങ്ങളോ പൊട്ടലൊന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓട്ടം കുറവുള്ളത് കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ചെറിയ ആ പ്ലേറ്റൊക്കെ തുരുമ്പിട്ടേക്കാനായിട്ട് കാണാനായിട്ട് പറ്റും. ഓട്ടം കുറവ് തന്നെ വണ്ടികളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് ഷോക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ്, ക്ലച്ചിൻ്റെ ആ പിന്നൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ക്ലച്ച് ഔട്ടൊന്നും വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ക്ലച്ചിൽ നമുക്ക് പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാണ് ക്ലച്ച് ഗ്രീസിങ്ങിനായിട്ട്. അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ ചെയ്ത് വിടുന്നുണ്ട്. പിന്നെ നമ്മൾ എൻജിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ഈ ആക്സിലേറ്റർ കേബിൾ നമുക്ക് 2 കേബിളുകളാണ് വരാം. നമ്മളത് നോക്കുമ്പോൾ അത്യാവശ്യം ഫ്രീ പ്ലേ കാണിക്കണമുണ്ട്, സ്മൂത്താണ്. അതിന് പ്രത്യേകിച്ച് അധികം കൂടുതൽ നമുക്ക് ഫ്രീ ആക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ പുതിയ കേബിൾ മാറ്റി ഇട്ടത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ 2024 ബാറ്ററിയാണ് വണ്ടിയിൽ വെച്ചേക്കണത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 12.77 വരെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 8.65 വരെ വന്നിട്ടുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും വണ്ടി കംപ്ലയിൻറ്റ് കാണിക്കാൻ തുടങ്ങും. സെൽഫ് സ്റ്റാർട്ടൊക്കെ എടുക്കാനുള്ള കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്ക് 8.62 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നിസ്സാരം കൂടി ഉള്ളൂ. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിച്ചിട്ട് മാറ്റിയാൽ മതി. നിലവിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ ബാറ്ററി അല്പം ലോ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യും. ഞാനിപ്പോൾ ബാക്ക് വീൽ അഴിച്ചാണ് പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും. അപ്പോൾ അത് വീലിട്ടതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ പുതിയ ടയറാണ്. മറ്റേ ഫ്രണ്ട് ഷോക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പ്ലഗ്ഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയ പ്ലഗ്ഗാണ്, എയർ ഫിൽട്ടർ മാറ്റിയ കൂട്ടത്തിൽ കൂടെ മാറ്റിയേക്കണ പ്ലഗ്ഗാണ്. അതിൽ വേറെ പ്രോബ്ലം ഇല്ല. അപ്പോൾ നമുക്ക് ജനറലായിട്ടുള്ള സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളേ ഉള്ളൂ മെയിനായിട്ട്. വേറെ അങ്ങനെ ഇപ്പോൾ എഞ്ചിൻ ഓയിലാണെങ്കിൽ മാറ്റേണ്ട ടൈം ആയിട്ടില്ല. വേറെ പറയത്തക്ക കംപ്ലയിൻസുകളായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.